ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്താണ്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ നല്ലതായിട്ട് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിനുള്ള ഫലം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരിച്ചു കിട്ടുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും, ഇപ്പം നമ്മൾ മറ്റുള്ള ഒരാളിനെ സഹായിക്കുന്നത്, നമ്മളുടെ മുന്നിൽ വരുന്ന ഒരാളിന് എന്താണോ വേണ്ടത്, അപ്പോൾ അത് അവർ നമ്മളോട് ആവശ്യപ്പെടാതെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ദൈവം എഴുതി വെക്കും കേട്ടോ. ഇത് നിങ്ങളുടെ കർമ്മത്തിൽ, നല്ല കർമ്മത്തിൽ ഇതൊക്കെ പെടും. അപ്പം അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അത് ചിലപ്പം നിങ്ങൾ ചെയ്ത ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സഹായം നിങ്ങൾക്ക് തരുന്നത്. വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സമയത്ത് ദൈവം നിങ്ങളിലേക്ക് ഒരാളിനെ എത്തിക്കും. അങ്ങനത്തെ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കാം എന്നാണ് കാണുന്നത്. സ്ട്രെങ്താണ് ഇതിൽ. നിങ്ങൾ വിചാരിച്ചാൽ എന്ത് നടക്കും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ മനസ്സാണ് എല്ലാത്തിനും കാരണം. നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഓവർ തിങ്ക് ചെയ്യും. ചെറിയ കാര്യങ്ങൾക്കും ഇപ്പം നമുക്ക് വളരെ ചെറിയൊരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും നമ്മളതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത്. വളരെ ഈസിയാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ. അത് പല ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ മനസ്സിനെ നിയന്ത്രിച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്താൻ പറ്റണത്. ഈ മനസ്സ് നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ടാക്കും. ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടും ആ ചിന്തകൾ മാനിഫെസ്റ്റ് ചെയ്തും ഒക്കെ ഒരുപാട് ബ്ലോക്സ് ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രാണായാമം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ പലതരത്തിലുള്ള പ്രാണായാമസ് ഉണ്ട്. കപാൽഭാതി ഉണ്ട്, അനുലോം വിലോം ഉണ്ട്. അങ്ങനെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാണായാമം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾ പ്രാണായാമം ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ മെഡിറ്റേഷനിലേക്ക് പോകുമ്പം നിങ്ങൾക്ക് ശരിക്കും ആ മെഡിറ്റേഷൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് പ്രാണായാമം ചെയ്യണം. അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ണടച്ചിരുന്ന് നമുക്ക് ചിന്തകൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് വേണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഫ്യൂച്ചറിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് നിങ്ങൾ വെറുതെ വിഷമിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിൽ ഒരു ലേഡി ഒരു പൂച്ചക്കുട്ടിയെ ഉറക്കുന്ന ഒരു ഇതാണ്. അപ്പം അതുപോലെ അങ്ങനെ അത്രയും സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിനെ നിയന്ത്രിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 9 ഓഫ് സോഴ്സിൻ്റെ എനർജി. അപ്പം ഓവർ തിങ്ക് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പാസ്റ്റിൽ നിന്ന് വരണ കുറേ കാര്യങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ, കുറേ ട്രോമാസ്, കുറേ ബുദ്ധിമുട്ടുകൾ, ചീറ്റിംഗ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ട്രോമയായിട്ട് തന്നെ കിടപ്പുണ്ട്. അത് ചിലപ്പം കുഞ്ഞുകാലത്ത് നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും കാര്യമായിരിക്കാം. ചിലപ്പോൾ ഈ ഇടക്കാലത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും ചതിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളായിരിക്കാം, നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ട്രോമയായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും വേദനിപ്പിച്ച എന്തൊക്കെയോ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് കിടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെ രാത്രി ഉറങ്ങാത്ത കുറേ ആൾക്കാരുണ്ടായിരിക്കാം. ഈ ഒരു കാര്യം ആലോചിച്ച് ഉറങ്ങാതിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഉറക്കം വരുന്നില്ല എന്നാണ്. അപ്പോൾ അത് ഈ ഉറക്കം വരാത്തതിൻ്റെ കാരണം
നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ കാര്യങ്ങളെ, നമ്മളുടെ മുന്നിലുള്ള കാര്യങ്ങളെ അത് നമുക്ക് യഥാർത്ഥത്തിലുള്ള അത് വീണ്ടും വളരെ തീവ്രതയോടുകൂടി ആ കാര്യങ്ങൾ വീണ്ടും നമ്മളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്ത് പോകേണ്ടതാണ് പൊതുവേ. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഇപ്പം ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ ഫീലിങ്സ് വരുന്നത്. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് ചിലപ്പം ദുസ്വപ്നവും കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യവും നമ്മൾ പാസ്റ്റിൽ ജീവിച്ചാലും ഫ്യൂച്ചറിൽ ജീവിച്ചാലും നമുക്ക് സ്വസ്ഥതയും സമാധാനം ഒന്നും കിട്ടില്ല. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഇപ്പം ഈ ഒരാൾ കിടക്കുന്നു, ഇത് 3 മണിയാണ് കാണിക്കുന്നത്. 3 മണി സമയത്തും ഉറങ്ങാതെ കിടക്കുന്ന കുറേ ആൾക്കാർ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടായിരിക്കാം. അത് അവർ ചിലപ്പം അവർക്ക് താങ്ങാൻ പറ്റാത്ത എന്തൊക്കെയോ ദുഃഖങ്ങൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് കൊണ്ട് അത് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. സ്ട്രെസ്സാണ് ഉറക്കം വരാത്തതിന് കാരണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ സ്ട്രെസ് അടിച്ച് ഉറക്കം വരാതിരുന്ന അസുഖം വരുത്തിയിട്ട് ഒരു കാര്യമില്ല. ഈ സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി അത് ഹീൽ ചെയ്ത് മറന്ന് കളയുക. മറക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് ആ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്നെ ബാധിക്കുന്നില്ല എന്നുള്ള നിലയിൽ നിങ്ങൾ എത്തണം. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഏറ്റവും പാഷനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ട്രോമയൊക്കെ മാറ്റാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടണത്, എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത്, ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാര്യം. ആ ഒരു കാര്യം നിങ്ങളിപ്പോൾ ചെയ്യാൻ തുടങ്ങുക. ഇതിൽ ഒരാൾ വരയ്ക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ ശരിക്കും ഇത് വരയ്ക്കുന്നു എന്ന് മാത്രമല്ല ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങളുടെ സോള് സന്തോഷിക്കുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടുമ്പോഴായിരിക്കും, ചിലപ്പോൾ പടം വരയ്ക്കുമ്പോഴായിരിക്കും. എന്താണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ആ ഒരു കാര്യം എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ട്രോമയൊക്കെ ഹീൽ ചെയ്ത് പോട്ടാ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല നമുക്ക്. ചിലപ്പോൾ ആൾക്കാർക്ക് തയ്യൽ പഠിച്ച് തയ്ക്കുമ്പോൾ നല്ല ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ പാടാനോ ഒക്കെ ഡാൻസ് ചെയ്യാനോ ഒക്കെ കഴിവുള്ള ആൾക്കാർ നിങ്ങളത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പോൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങളുടെ പാസ്റ്റ് മറക്കാൻ, നിങ്ങളുടെ ട്രോമ ഹീൽ ചെയ്യാൻ ഇതൊരു നല്ല ഒരു ഹീലിംഗ് ടെക്നിക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രീമിനെ നിങ്ങൾ ചേസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്താണോ ഡ്രീം. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു ഡ്രീം ജോബ് ഉണ്ടായിരിക്കും. ആ ഡ്രീം ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അത് മാക്സിമം നിങ്ങൾ ചെയ്യുക. കാരണം കുറച്ച് കാലം നമ്മൾ കഷ്ടപ്പെട്ടാൽ കൂടുതൽ കാലം നമുക്ക് സന്തോഷിക്കാം. അപ്പം നമ്മൾ ഇപ്പം ലേസി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് ആ ട്രോമയിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അവിടെ നിന്നൊക്കെ അതൊക്കെ മാറ്റിക്കളഞ്ഞ് നമ്മൾ ഈ ഒരു സമയം നമ്മളുടെ പാഷൻ എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സിറ്റുവേഷൻ മാറുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഡ്രീമിന് ചേസ് ചെയ്യാൻ, നിങ്ങളുടെ ട്രോമയല്ല നിങ്ങൾ ചേസ് ചെയ്യാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളല്ല നിങ്ങൾ ചേസ് ചെയ്യാൻ, നിങ്ങളുടെ ഡ്രീമിനെയാണ് നിങ്ങൾ ചേസ് ചെയ്യാൻ. അപ്പോൾ ഡ്രീമിനെ ചേസ് ചെയ്യുക, അത് സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരും എന്നാണ് കാണുന്നത്. 5 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് പറയാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ പറയാതിരിക്കുന്നുണ്ടായിരിക്കാം. ഇതുവരെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ മറ്റുള്ളവർ സമയം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അത് ചിലപ്പം നിങ്ങളുടെ ഏറ്റവും നല്ല, നിങ്ങളുടെ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന, വിശ്വസിക്കുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവർ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെയല്ല, അവർ പലരും പല അഭിപ്രായം പറയും. പക്ഷെ ചില ആൾക്കാർ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ ഒന്ന് സക്സസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പല ആൾക്കാരും പല
തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളുടെ പാഷൻ നിങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയുക എന്നാണ്. ഇതിൽ ഒരു ഫുൾ കാർഡാണ്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ചാൻസ് എടുക്കാൻ തീരുമാനിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇന്നലെ രാത്രി വരെ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഇന്നലെ രാത്രിയിൽ ചിലപ്പോൾ ഒരുപാട് വിഷമിച്ച് വേദനിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ ഉറങ്ങിയത്. പക്ഷേ ഇന്നൊരു പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കുക. ഒരു ന്യൂ സ്റ്റാർട്ടിങ്, അത് നിങ്ങൾ തന്നെ തുടങ്ങണം. നമുക്ക് മറ്റാരും നമുക്കൊരു കാര്യം വന്ന് തരുമെന്ന് വിചാരിക്കരുത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരാളിനെ ചാരുന്ന എത്ര കാലമാണ് ഒരു ചുമര് നമുക്ക് കിട്ടുന്നത് ചാരാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ ആൾക്കാരും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. അത് ഒരു കാര്യത്തിലും, സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ എല്ലാ ദിവസവും പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കി പുതിയ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പുതിയ തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് പാസ്റ്റിൽ വന്നിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും നമുക്ക് അബദ്ധങ്ങളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ തിരുത്താമെന്ന് ഓരോ ദിവസവും വിചാരിക്കുക. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യൂല. അത് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. മൂൺ കാർഡാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡിവൈനുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് ശരിക്കും ഈ ഒരു സമയം വരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പവറുള്ള ആൾക്കാരാണ്. മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എഴുതി വെക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന ഒരു പിക്ചറാണ് ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം, അതൊക്കെ ഈ ഒരു സമയം അത് കിട്ടിയതായിട്ട് ചിന്തിച്ച് നിങ്ങൾ അത് എഴുതി വെക്കുക. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യം, നല്ലൊരു വീട് കിട്ടിയതിനായിട്ട് നന്ദി, എൻ്റെ ഡ്രീം ജോബ് കിട്ടിയതിനായിട്ട് നന്ദി. ഈ മാനിഫെസ്റ്റേഷൻ ജേണൽ എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത്, അത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ചെറിയൊരു കാര്യമല്ല. അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇത് ശിവ ഓറക്കിളിൽ നിന്ന് നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ എന്ന് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. നീഡ് കാംനെസ് ആൻഡ് പേഷ്യൻസ് ആണ്. അപ്പം നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനാണ് ഭഗവാൻ പറയണത്. അപ്പോൾ ക്ഷമയോടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവും. ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടൂല. നമ്മൾ ഒത്തിരി പ്രശ്നത്തിലായിരിക്കും, കരയും, ശരിക്കും ഡിപ്രഷൻ വരും. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിക്കാതിരിക്കണം. കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. അതിന് ക്ഷമ വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു കാര്യം കൊണ്ട് നമ്മളുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കാൻ പോണില്ല. അപ്പം പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഒന്ന് കാമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക, ക്ഷമയോടെ ഇരിക്കാനും ശ്രമിക്കുക. സീക്ക് അപ്പോളജി ഹൂം യു ഹേർട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അപ്പോളജി ചെയ്യണമെന്നാണ്. അപ്പോളജൈസ് ചെയ്യണം. നിങ്ങൾ ക്ഷമ പറയണം, മാപ്പ് പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാൽ ഏതെങ്കിലും വ്യക്തികൾ നമ്മൾ നിമിത്തം വേദനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ മനസ്സിൽ കൊണ്ടുവരിക. ഇപ്പം നമുക്ക് നേരിട്ട് ചിലപ്പോൾ പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റും, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്. അവർ സ്വീകരിച്ചോ ഇല്ലോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. ഇപ്പോൾ അഥവാ നേരിട്ട് അങ്ങനെ പറയാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവരെ നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവരോട് പറയുക, എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞോ അറിയാതെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും എനിക്ക് മാപ്പ് തരണം എന്ന് ഒരു ഈഗോയും ഇല്ലാതെ നിങ്ങൾ പറയുക. കാരണം പലപ്പോഴും പല ആൾക്കാരും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത് പിന്നെ എന്തിനാണ് ഞാൻ മാപ്പ് പറയുന്നത്? പക്ഷെ നമ്മളെ കൊണ്ട് ആരെങ്കിലുമൊക്കെ വേദനിച്ചിട്ടുണ്ടാവും എന്തായാലും. കാരണം അത് അവരുടെ ശരിയിലായിരിക്കും അവർ വേദനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളതിൽ കൂടുതൽ ചെയ്യാൻ പോകണ്ട. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സംസാരം കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ, നമ്മളുടെ ഒരു സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും ഏതെങ്കിലും സമയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ ഓരോ ദിവസവും മാപ്പ് പറയുക. അപ്പോൾ ഈ മാപ്പ് പറച്ചിലെന്ന് പറയുന്നത് നമ്മളുടെ ഒരു കർമ്മ
ക്ലിയർ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഈഗോ ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. യു ആർ ബീയിങ് റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് ആണ്. അപ്പോൾ ഈ ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്യൂരിഫൈ ചെയ്യുന്നു, നിങ്ങളെ പോളിഷ് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഡയമണ്ട് ഉണ്ടാകുന്നത് പോലെ പോളിഷ് ചെയ്താണല്ലോ ഡയമണ്ട് ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ നിങ്ങൾ ഓരോ ഇപ്പം കൽക്കരിയിൽ നിന്നാണ് ഡയമണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ ഒരു ശുദ്ധമായ ഒരു രൂപം എന്താണ്? ഡയമണ്ടിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് അറിയാമല്ലോ. അത് എത്രമാത്രം എന്തെല്ലാം ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയാണ് ആ ഒരു ഡയമണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പോളിഷ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി തിരുത്തി വീണ്ടും മുന്നോട്ട് പോവുക. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. തിരിച്ചറിയുക, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഈ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. മാത്രമല്ല ഈ തരുന്ന ഹാർഡ്ഷിപ്പൊക്കെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നെ കാണുക. കാരണം ഈ ഓരോ കാര്യം കഴിയുമ്പോഴും നമ്മളെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ അവസ്ഥകളും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളെ പോളിഷ് ചെയ്യാൻ ഉപകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. ആ ശുദ്ധീകരണം നമ്മളെ എവിടെ എത്തിക്കും? നമ്മളെ ഡയമണ്ട് ആക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നോ വൺ ക്യാൻ ഹാം യു എന്നാണ്. നിങ്ങളെ ആരെയും നിങ്ങളെ വിഷമിപ്പിക്കാൻ ആർക്കും പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കച്ചകെട്ടി ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങളെ നശിപ്പിച്ച് കളയാൻ ആർക്കും പറ്റില്ല. ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുമായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി നിങ്ങൾക്ക് ഒരു കേടുപാടും വരാൻ ഭഗവാൻ അനുവദിക്കില്ല. അത് ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്നുള്ളതാണ്. ഭഗവാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് ഇതിൽ കാണുന്നത്. ഇതിൽ ഭഗവാൻ നിങ്ങളോട് പറയണത്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ബ്ലെസ്ഡ് ആണ് എന്നുള്ളതാണ്. ഭഗവാനുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങളെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഭഗവാന്റെ മെസ്സേജും ഇതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.